വിവരമില്ലാത്ത കുറെ വാപ്പമാർ ഉമ്മമാർ ചെയ്യല്, നമ്മൾ പഠിപ്പിച്ചതിനനുസരിച്ച് കുട്ടികൾ എന്തെങ്കിലും പൊട്ടത്തിനെ കളിച്ചു, മുടി നീട്ടി വളർത്തി, മൊബൈൽ സ്ക്രീൻ അഡിക്ഷനായി, അല്ലെങ്കിൽ രാത്രി വൈകി വന്നു, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിലായി ജീവിച്ചു. അപ്പോൾ ഇവർ ഉടനെ ലേലം ചെയ്യും, ശപിക്കും, നിരാശരാവും. അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് രണ്ട് കാര്യങ്ങളാണ് അതിന്റെ പരിഹാരം. നന്നാവും, എന്റെ കുട്ടി നന്നാവും എന്ന പ്രതീക്ഷ ഉണ്ടാവണം. അവർക്ക് വേണ്ടി നന്നായി ദ്വാ ചെയ്യണം. മക്കൾ നന്നാവാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭൗതിക ആത്മീയ ടച്ചുള്ള ഒരു കാര്യമാണ് അവരുടെ ഉമ്മ വാപ്പമാർ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം എന്നുള്ളത്. അഡോൾഫ് ഹിറ്റ്ലർ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇത്ര ക്രൂരനായത് എന്റെ വീട്ടിൽ എന്റെ അമ്മയോട് എന്റെ രണ്ടാനച്ഛൻ ക്രൂരമായി പെരുമാറുന്നത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അദ്ദേഹത്തിന്റെ എന്റെ സമരം എന്ന അഥവാ മെയിൻ കാഫ് എന്ന ആത്മകഥയിലുണ്ടത്. ഉപ്പയും നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. ഉപ്പ എപ്പോഴും ഉമ്മാനോട് ചൂടാവുക. അങ്ങനല്ല മക്കളെ വളർത്തേണ്ടത്, നിങ്ങൾക്ക് സൈക്കോളജി അറിയാത്തത് കൊണ്ടാണ്. ആ ബെഡ്റൂമിൽ എപ്പോ നോക്കിയാലും തല്ലായിരിക്കും. ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല. നമ്മൾ എത്ര മോശമാണെങ്കിലും മക്കൾക്ക് നമ്മൾ ഉപ്പയുമ്മയാണ്. ആ അർത്ഥത്തിൽ ഇജാബത്ത് അല്ലാഹു